യെസ് കുഞ്ഞ് ഇനി തുടങ്ങിക്കോ. ഇല്ലേ ഹായ് ഡിസ്പ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീൻ നോക്കാൻ പോവാ. അവിടെ തോടാ അല്ലേ? തോട്ടിലാണ് ഒരു പൂച്ചിണ്ട് കേട്ടോടെ. പൂച്ച നമ്മുടെ വീട്ടിൽ മൂത്തേക്ക് കണ്ട 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 കണ്ട. അപ്പൊ ഞങ്ങൾ വന്നിട്ട് ഇന്നലെ നൈറ്റ് വന്നാട്ടാ. കുണുക്കിന് ഓരോ നിർബന്ധമായിരുന്നു വരണം വരണം കാണണം അല്ലേ? കുണുക്ക് എത്ര പ്രാവശ്യം വിളിച്ച് വരണമെന്ന് മൊബൈലില് 20 പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ടാവും കേട്ടാ. 20 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും വരണം വരണം പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ നൈറ്റിക്ക് നൈറ്റ് വന്നതാട്ടാ. 10 ദിവസം കഴിഞ്ഞിട്ട് പോവുള്ളൂ കേട്ടാ. കുഞ്ഞിച്ച് പോണേന് വിഷമുണ്ടോ? ചനി വറക്കില്ലേ? വറക്കൊക്കെ എടുത്തിട്ട് വരാം. അവിടെ ചിക്കൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ പരിപാടി അവിടെ നടക്കുകയാണ്. ഞാൻ ചുമ്മാ പിള്ളേരായിട്ട് ഇറങ്ങിയതാണ്. ഞാൻ ബീഫ് കഴിച്ചു. ഞങ്ങൾ ഇന്നലെ വന്നപ്പോ ബീഫൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ പറ്റില്ലേ? അപ്പൊ ഇന്നത്തെ ഡേ മൈ ലൈഫ് ഇവിടെയാണ്. അപ്പൊ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരാളുടെ അവസ്ഥ അല്ല. ഞാൻ എന്റെ ഭർത്താവിന്റെ അടുത്ത് ഇരിക്കാൻ പോലും സമ്മതിക്കില്ല. കണ്ടാ ഇപ്പൊ ശരിയായി. അപ്പൊ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്ന് പൂരത്തിന് പോണ്ടേ? പിന്നെ രാമണ്ട് കുണുക്ക് എങ്ങനെ കൊട്ടാൻ പോയിക്കണേ? അവനറിയാം അല്ലേ? കൊട്ട എങ്ങനെയാ? കുണുക്കപ്പൊ കൊട്ടാൻ പഠിക്കാൻ പോകണ്ട. കണ്ടാ കുണുക്കൻ പഠിച്ചത് സെറ്റാണ്. അവിടേക്കൊക്കെ പോയിട്ട് വന്നോട്ടെ ഞങ്ങൾ. അതൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ ഏട്ടന് ചപ്പാത്തി ഇഷ്ടമായിട്ട് അമ്മ അവിടെ പോയി മാക്സിമം ചപ്പാത്തിയാണ് ഉണ്ടാക്കാറ്. പിന്നെ ചിക്കൻ കറി ഭയങ്കര അടിപൊളി ചിക്കൻ കറി എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് തുണികൾ ഞാൻ ഇവിടുന്ന് മുഷിഞ്ഞ് കൊണ്ടുപോയിട്ടാണ് കഴുകാനായിട്ട്. വീട്ടിൽ നിന്ന് ഞാൻ തന്നെ കല്ലുമ്മ കഴുകി തോരടുന്നതാണ്. പിന്നെ അച്ഛൻ അവിടെ ഉച്ചയ്ക്ക് കഴിക്കാതെ വാഴയിലൊക്കെ മുറിക്കുന്നുണ്ട് പറമ്പിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാവരും അവിടെ ഞാനില്ലാത്ത വേറെ ഒന്നും കുളിച്ച് വന്നിട്ടുണ്ടായല്ലോ. പിന്നെ അത് ആ കാർത്തുമ്മയ്ക്ക് നെയിൽ പോളിഷൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിട്ട് പാപ്പൻ തന്നെ ഇട്ടെന്ന് പറഞ്ഞിട്ട് അവൾ മടിയിൽ കയറി നിന്നിട്ട് പാപ്പ ഇട്ട് കൊടുക്കുന്നുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ചക്കമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞു. എടുത്തോ. ഞങ്ങൾ വരുന്നു. കാത്തു ദിനാണ് അത് കുണുക്ക ദിനാണ്. എങ്കടാ എല്ലാരും കൂടി മിഠായി ലൈസൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് വിളിച്ചോണ്ട് പോണതാണ് കേട്ടാ. പല്ലിയാണോ അല്ലേ? നമുക്ക് പോവാ. നടക്ക്. ഒരാള് ചെയ്യണണ്ട കൈമുറിയും പാമ്പിച്ചുണ്ടാവും. വാ, ഒരാള് ചെയ്യണണ്ട അതെല്ലാവർക്കും ചെയ്യണം. വാ പാപ്പോട് കൈ പിടിച്ചാൽ പറഞ്ഞോ. അവിടെ വെച്ചാ മതിയാ. കുണിക്ക് ചെവിട്ടിൽ വെച്ച് കൊടുക്ക്. കുണുക്ക പറിച്ചു കൊടുത്തത് ഇപ്പുറത്തിന്റെ ഏട്ടൊന്നും പറിച്ചു കൊടുത്തു. കുണിക്ക് കിട്ടും. കിട്ടിയ അപ്പൊ
ചെറുപ്പത്തിൽ ഞാനും പോലെ ചണ്ടിനൊക്കെ ഇതിന് കടയിൽ പോയി വരുമ്പോ ഒന്നിച്ച് എൻ്റെ വീട്ടിലേക്ക് ഞാൻ ചേച്ചിട്ട് എല്ലാവർക്കും ഭ്രാന്തായി. എന്റെ കെട്ടി എൻ്റെ ഒരു ഭ്രാന്ത് ചാട്ടൊക്കെ വെച്ചാലോ നമുക്ക് കുണാൻ ഐസ്ക്രീം വാങ്ങിച്ചാ കേട്ടോ. തിരുവമ്പാടി ചന്ദ്രശേഖരൻ, പുതുപ്പള്ളി സാബു, അർത്താവല്ല കൃഷ്ണനാരായണൻ. അങ്ങനെ ഞങ്ങൾ പൂരൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചിരിക്കുന്നതാണ് ഏട്ടാ. അപ്പോൾ തന്നെ ചൂടെടുത്ത് ഡ്രസ്സ് മാറി. പിന്നെ അങ്ങനെ അന്നത്തെ ദിവസം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഉച്ചയ്ക്ക് പിറ്റേ ദിവസം ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തു. പിറ്റേ ദിവസം ഞങ്ങളിവിടെ പോകുന്നു. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ഇനി വിഷുവിന് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ ചിരിക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ കേച്ചേരി വെച്ചിട്ട് ബസ്സുകാരുടെ ഓരോ പരിപാടികളാണ് കേട്ടോ. 3 ബസ്സാണ് അപ്പുറത്തെ വഴിക്കാർക്ക് കടക്കാൻ പറ്റാത്ത പോലെ കൊണ്ടുപോയി നിർത്തിയുള്ളത്. അപ്പോൾ അത് ഏട്ടൻ വീഡിയോ എടുത്താണ് കേട്ടോ. എന്ന് വെച്ചാൽ ബസ്സുകാർക്ക് മാത്രം വഴി ഒഴിഞ്ഞിട്ട് കൊടുക്കണം എന്നുള്ളൊരു നിയമം പോലെയാണ് അവരുടെ കാണിച്ചു കൂട്ടൽ. അപ്പോൾ നമ്മൾ എന്തായാലും എന്തൊരു ആപ്പ് വാട്സപ്പ് ഒക്കെ ഉണ്ട്, അതിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കാന്ന് വെച്ചിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. അയച്ചു കൊടുത്ത് റിപ്ലൈ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വലിയ കാര്യമില്ലാന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു എന്നുള്ള വേറെ ഒന്നല്ല. അപ്പുറത്ത് കണ്ടില്ല തീരെ ഗ്യാപ്പില്ലാണ്ട് കാറുകാരൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. 3 ബസ്സാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ തന്നെ അറിയാലോ നമ്മുടെ KC റോഡാണെങ്കിൽ അതും വീതി ഇല്ലാത്ത റോഡ്. അപ്പൊ എല്ലാവർക്കും അറിയാലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂർ പോയിട്ട് ഏട്ടന് ഒരു ലെൻസും കൂടി വാങ്ങാനുണ്ടായി. അപ്പൊ ഞങ്ങൾ അതൊക്കെ വാങ്ങി ആ വാങ്ങണോട് വെച്ചിട്ടുള്ള വീഡിയോ എടുക്കലാണ്. അപ്പൊ എനിക്ക് ഇന്നലെ മരുന്ന് കഴിച്ചിട്ടുണ്ട്. ക്ഷീണത്തിന്റെ ഉറക്ക ക്ഷീണാണ് എന്റെ മുഖത്ത് കാണുന്നത്. അലർജിയുടെ മരുന്ന് കഴിച്ചതിന്റെ ഉറക്ക ക്ഷീണാണ്. പിന്നെ കാറിൽ കിടന്ന് ഞാൻ ഉറങ്ങിയിട്ട്. അപ്പൊ ഏട്ടന്റെ ലെൻസൊക്കെ വാങ്ങി ഏട്ടന് ഓരോ ലെൻസ് എടുക്കുമ്പോൾ ഏട്ടന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പൊ ഏട്ടൻ അത് ചെക്ക് ചെയ്യലായിരുന്നു കേട്ടോ. പിന്നെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് എപ്പോഴും വീഡിയോ എടുക്കാറ് അല്ലേ കൂടുതലും. അത് കഴിഞ്ഞ് എന്നെയാണ് എടുക്കാറ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോ ഒരു ഫേമസ് ആയ കുലുക്കി സ്ഥലത്തിന്റെ കടയുണ്ടായി. പൈനാപ്പിൾ കുലുക്കിയൊക്കെ കുടിച്ചിട്ട് അപ്പൊ എനിക്കും ഇഷ്ടമായി. ഭയങ്കര കാറ്റായിരുന്നു. അപ്പൊ നന്നായി മുടിയൊക്കെ പറക്കുന്നുണ്ടായി. അപ്പൊ ദാ നമ്മളങ്ങനെ വീട്ടിലേക്കൊക്കെ പോയി തിരിച്ചെത്തിയിട്ടാണ്. അപ്പം അങ്ങനെ വീട്ടിൽ പോയിട്ട് എനിക്കിങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ അധികം പറ്റിയില്ല. കുണിക്കലും കൂടെ കളിക്കാൻ നിന്നിട്ട് വീഡിയോസൊക്കെ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഈ പ്രാവശ്യം പിന്നെ കാർത്തൂൻ്റെ കൂടെ അധികം നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല. വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ
കാർത്തും ഭയങ്കര ബിസി ആയിരുന്നു ചേച്ചിയുടെ കൂടെ. ഒരു ദിവസം ഞങ്ങളുടെ കൂടെ കാർത്തും ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ വിഷമമുണ്ട്. ഞാൻ എന്തായാലും വിഷുവൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ വേണം കാർത്തൂൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ. പൊന്നിച്ച് വർക്ക് തുടങ്ങി ഏപ്രിലിൻ്റെ. അപ്പം അതും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊന്നിച്ച് ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് ഇരിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കാനായിട്ട് പോയതല്ല കേട്ടോ. നമ്മളിങ്ങനെ പോയപ്പോഴാണ് പിറ്റേ ദിവസം അമ്മ പറഞ്ഞത് നമുക്ക് ഈസ്റ്റർ അല്ലേ, നമുക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ പറഞ്ഞത്. അപ്പം അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിൽ ഈസ്റ്ററിന് നല്ല രീതിയിൽ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇഷ്ടമല്ലേ? അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റട്ടെ. ഞാൻ രാവിലെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു 10 മണിക്കൊക്കെ എനിക്ക് ഞങ്ങൾ ഏഞ്ച് വരുമ്പോഴേക്കും അമ്മ ഒരു 5, 6, 7 തരമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അച്ഛനും അമ്മയും കൂടിയിട്ട് പെട്ടെന്ന് കറികളൊക്കെ ആകൂട്ടാ. ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായി, കുഞ്ഞും ഭാവിയിൽ അമ്മരെ പോലെ ആവട്ടെ കുക്കിങ്ങിന്. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് അത്രയ്ക്ക് കുക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ. എപ്പോഴും കുറെ ഫുഡ് കഴിക്കാം. എന്താ വെച്ചാൽ വീട്ടിൽ പോയാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും എന്ത് കൂട്ടി കഴിക്കണമെന്ന്. അത്രയും തരം ഫുഡുകളുണ്ടാവും. രാവിലെ ആയാലും ഒരു 2 തരം ബ്രേക്ക്ഫാസ്റ്റും കറികളും. ഇപ്പം നമ്മൾ പോകുമ്പോൾ മെയിനായിട്ട് നമുക്ക് കുറേ ടൈപ്പ് ഉണ്ടാകും. എന്താ ചേട്ടൻ നല്ല ഫുഡും കഴിക്കുന്നതല്ല. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഏട്ടന് ഇഷ്ടമുള്ളതൊക്കെ കൂടി ഉണ്ടാക്കുമ്പോൾ കുറേ ഐറ്റംസ് ആവൂട്ടാ. പിന്നെ അല്ലെങ്കിലും എൻ്റെ അമ്മയ്ക്ക് കുക്കിംഗ് ഒരു ഇതാണ്. അമ്മയ്ക്ക് എത്ര കറി ഉണ്ടാക്കിയാലും മതിയാവില്ല, എന്തൊക്കെ ചെയ്താലും മതിയാവില്ല, അങ്ങനത്തെ ഒരാളാട്ടാ. അപ്പോൾ ഈ വശം പോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറി മാമ്പഴ പുളിശ്ശേരിയാണ്. അത് കുറേ കഴിച്ചു. ഞാനും കഴിച്ചു. അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മധുരമുള്ള പൈനാപ്പിൾ കറി, അങ്ങനത്തെ കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. ഞാൻ അത് കൂട്ടിനെ കൂടുതൽ കഴിച്ചത് ഞാൻ ചോറ്. ഏട്ടനല്ലേ? ഞാനും അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മാമ്പഴം നമുക്ക് കിട്ടുന്ന സമയത്തല്ലേ പറ്റുള്ളൂ. അമ്മ പക്ഷേ കുറേ മാമ്പഴം എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മ എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ ജ്യൂസ് അടിക്കാനൊക്കെ ഇങ്ങനെ ഫ്രീസറിലാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ ഞാൻ നട്ട മാവായിരുന്നു. അതിൻ്റെ ഒരു ഞാൻ നട്ട മാവട്ടോ, മൂവാണ്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കൊമ്പ് വെയിറ്റ് കൂടിയിട്ട് ഒടിഞ്ഞുണ്ടായി. അപ്പം അതിലത്തെ മാങ്ങ കുറേ ഉണ്ടായിട്ട് അപ്പം അമ്മ അതങ്ങനെ നന്നാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഞങ്ങൾ വരുമ്പോൾ പിന്നെ മാമ്പഴ പുളിശ്ശേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ എനിക്കാണെങ്കിൽ മധുരക്കറികളോട് ഒരു പ്രത്യേകത ഇഷ്ടം. പിന്നെ അങ്ങനെ അധികാരം മധുരം കറി കഴിക്കില്ല. പിന്നെ ഈ ഷെബിൻ ചേട്ടൻ കഴിക്കും. പൊന്നേച്ചിക്കൊക്കെ ഈ എരിവുള്ള കറികളോട് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഈ മധുരമുള്ള കറി ഒരു മീൻ വറുത്തുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഞാൻ ഭയങ്കര ഉഷാറായിരിക്കും ഫുഡ് കഴിക്കാൻ. അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കാര്യങ്ങള്. അവിടെ പോയപ്പോ ഈ പറഞ്ഞ പോലെ പിള്ളേര് മെയിനായിട്ട് കുണുക്കനെ വിളിച്ചോണ്ടാണ് പോയത്. നമ്മളിപ്പോ പോയിട്ട് 2-3 ആഴ്ചയായിട്ട്. അപ്പൊ കുണുക്കനാണ് കൂടുതല് വിളിച്ചോണ്ടിരിക്കണത്. എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു ദിവസം തന്നെ 10 വട്ടം വിളിക്കും. നിങ്ങൾ വരുന്നില്ലേ? വെക്കേഷനായി അന്ന് തൊട്ട് തുടങ്ങിയാട്ടെ നിങ്ങൾ വായോ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം മൂന്നാർക്ക്. ശിവാശം പോയിട്ട് എങ്ങോട്ടും യാത്ര ഒന്നും നടന്നില്ല, വീട്ടിലിരുന്നുള്ള. എന്നാലും കുണുക്കിന് ഏട്ടനെ കളിക്കാൻ കിട്ടാൻ മതിട്ടാ. അപ്പൊ എന്നെ കിട്ടാൻ വേണ്ടിയിട്ടില്ല, ചേട്ടാ വായോ ചേട്ടാ വായോ എന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവർക്ക് എന്നോട് പറയുന്നത് ഫുള്ളി ചേട്ടനെ കൊണ്ടുപോവാന്ന്. എന്താ വെച്ചാ ചേട്ടനെ കളിക്കാൻ കിട്ടും. ഞാൻ പോയാൽ ആദ്യം തന്നെ അവൻ ചേട്ടനെ സംസാരിക്കാനൊക്കെ ഇരിക്കട്ടെ. കൂടുതൽ നേരം അവൻ ചേട്ടൻ്റെ അടുത്തായിരിക്കും. ആൺപിള്ളേരല്ലേ, ആൺപിള്ളേരിന് എന്നെല്ലാം ഇഷ്ടാവുക. അപ്പോൾ അവന് വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോയതാണ്. പക്ഷേ ഈ വർഷം 2 ദിവസം നിന്നുള്ളൂ. നമുക്കധികം ദിവസം നിൽക്കാനൊന്നും പറ്റിയില്ല. നമുക്കിവിടെ ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളും ഇങ്ങോട്ട് പോകുന്നിട്ടാ. പിന്നെ അവർ വെക്കേഷനായിട്ട് അമ്മ ബോറടിക്കേണ്ടതെന്ന് വെച്ചിട്ട് അത്യാവശ്യം എന്റർടൈൻമെന്റ് ഉണ്ട്, ട്യൂഷൻ ഉണ്ട്, ചെണ്ട കൊട്ടാൻ പോകുന്നുണ്ട്, പിന്നെ ഡാൻസിന് നേരത്തുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം ടൈമില്ല. പിന്നെ കുണിക്കലെന്ന് പറഞ്ഞാൽ ചെണ്ട കൊട്ടാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. രാവിലെ 7 മണിക്ക് തന്നെ അവൻ എത്ര വൈകി കിടന്നാലും രാവിലെ 7 മണിക്ക് എണിച്ചിട്ട് അവൻ പോകുന്നുണ്ട് കേട്ടോ കൊട്ടാൻ. അവൻ ആശാന്റെ അടുത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നന്നായി കൊട്ടിയൊക്കെ പഠിക്കട്ടെ. നമുക്കും അത് ഭയങ്കര ഇഷ്ടമല്ലേ, നമ്മുടെ ഉണ്ണികൾ ഓരോ കാലങ്ങളിൽ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റിങ്. അപ്പോൾ പൂരത്തിന് പോയിട്ട് കുണുക്കൻ്റെ ആശാന്റെ കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കേട്ടു. പക്ഷെ ഇതുവരെ കുണുക്കൻ്റെ കൂടെ കൊട്ടാൻ പോകണോടത്തേ പോകാൻ പറ്റില്ല. ഇനി അടുത്ത ആഴ്ച പോകുമ്പോൾ പോകണം. 7 മണിക്ക് ഇരിക്കാന്നുള്ള ഒരു മടിയോണ്ടാണ്. എന്താ വെച്ചാൽ കുണുക്കൻ കുറെ ദിവസമായി പറഞ്ഞാ വായോ കുളിച്ചിട്ടൊക്കെ പോകണം. അമ്പലല്ലേ, അപ്പൊ കാലത്തൊക്കെ എനിക്ക് കുളിച്ച് അങ്ങനെ പോകണം. അമ്പലത്തിന്റെ തൊട്ടപ്പുറമായോണ്ടാണ് കേട്ടോ. പിന്നെ അമ്മ വെച്ചിട്ട് ഡെയിലി ഇപ്പൊ അമ്പലത്തിൽ തൊഴുന്നുണ്ട്. കുണുക്കനെ കൊണ്ടാക്കാൻ പോകാനും അമ്പലത്തിന് തൊട്ടപ്പുറം നമ്മുടെ കക്കാട് അമ്പലത്തിലാണ് പഠിപ്പിക്കണത്. അങ്ങനെ കാലത്ത് എനിക്ക് ഞാനും മടിയുള്ള കൂട്ടത്തിലാണ്. അത് മാത്രല്ല നമ്മള് കെടുക്കുന്നത് ഇപ്പൊ അവിടെ പോയാൽ അത് എന്തെങ്കിലുമൊക്കെ കാരണമായിട്ട് 12 മണി 1 മണി 2 മണിക്ക് നമ്മള് ഇപ്പൊ എല്ലാരും
നൈറ്റ് ലൈഫിലേക്ക് പോയി. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നൈറ്റ് ലൈഫാണ് ഇഷ്ടം ട്ടാ. നൈറ്റിലേക്ക് പോയി, നൈറ്റായിട്ട് ഇറങ്ങി, നൈറ്റ് കറങ്ങി നടക്കാനൊക്കെ ആയി. പക്ഷെ ഇവിടെ എന്ത് കാര്യം, ഇവിടെയൊക്കെ എല്ലാ കടകളും 8:30 കിടക്കും. ശരിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് കുന്നോളത്ത് കേട്ട ചായ രാത്രി കിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ ചായ കുടിക്കാനൊന്നും സ്ഥലങ്ങൾ ഉണ്ടാവാറില്ല കേട്ടോ. എനിക്ക് കുറേ തോന്നിയിട്ടുണ്ട് ഇവിടെ പെട്ടെന്ന് നല്ല അടയ്ക്കും. അവിടെ പിന്നെ ഒരു 10 മണി 11 മണി വരെ ഉണ്ട്. ചായക്കടകൾ എങ്ങനെ പോയാലും ഒരു 3 മണി വരെയൊക്കെ ഉള്ളതുണ്ട് അവിടെ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കുഞ്ഞിന്റെ മുടി ഫുള്ളും പോയില്ലോ, നശിപ്പിച്ചല്ലോ. സത്യമാണ്, നശിപ്പിച്ച്. ഇന്നിരുന്ന് പഴയ റീലൊക്കെ നോക്കാനുണ്ടായിരുന്നു. ഇന്നല്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് കുറെ കാണിച്ചത് ഇത് കണ്ട. അതെന്താന്ന് അറിയാം, ഞാൻ ഏട്ടന് കാണിച്ചു കൊടുക്കാൻ കാര്യം. എന്നെ നശിപ്പിച്ച ചേട്ടനാണെന്ന് ഞാൻ പറയട്ടെ. കല്യാണം കഴിഞ്ഞപ്പോൾ ഏട്ടനൊരാഗ്രഹം, എനിക്ക് നല്ല മുടി ഉണ്ടായി. കല്യാണം വരെ ഞാൻ ഒരു ട്രീറ്റ്മെന്റും ചെയ്യാതെ തുമ്പ് മാത്രം വെട്ടിക്കൊണ്ട് നടന്നിരുന്ന ഒരാളാണ്. ഇത് എല്ലാവർക്കും കാണുന്നവർക്ക് അറിയാം. കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഏട്ടനാഗ്രഹം, ഇത്രയും മുടി എന്തിനാ വെറുതെ ഇങ്ങനെ കൊണ്ടു നടന്ന് നശിപ്പിക്കും, ഇങ്ങനെ വെറുതെ കൊണ്ടു നടന്നിട്ട് ഭംഗിയില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എന്നാലും ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വലിയൊരു പാർലർ, കൊച്ചിയിലെ ഫേമസ്, കൊച്ചിയിൽ നിന്നല്ല കുറേ ബ്രാൻഡുകളുള്ള ഒരു പാർലറാണ്, ഫേമസ് പാർലറിൽ എന്നെ കൊണ്ടുപോയി. അവിടെ പോയപ്പോഴാണെങ്കിൽ ആള് സാധാരണ നമ്മൾ എല്ലാവരും മുടി വെട്ടുമ്പോഴൊക്കെ നല്ല ചെട കളഞ്ഞ് കറക്റ്റ് ഒപ്പത്തിന് ഏരിയൊക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. ആള് ഞാനിങ്ങനെയാണ് ഇത്രയും നേരം നടന്ന് അയച്ചിട്ട് ആ കെട്ടൊക്കെ വന്ന് മുടി ഇങ്ങനെ ഒറ്റയടിക്ക് വെട്ടി. ഡാമേജ് ആയി പക്ഷേ ഞങ്ങൾ വെട്ടാന്ന് മാത്രം എന്നോട് പറഞ്ഞു, എവിടുന്ന വെട്ടണമെന്നൊന്നും പറഞ്ഞില്ല. ആൾ ഒറ്റയടിക്ക് വെട്ടി. അത് ഞാൻ ഇരിക്കുകയായിരുന്നു, ലെവല് കിട്ടിയില്ല. വെട്ടിയപ്പോൾ ഏകദേശം ഒരു ഇത്രയൊക്കെ പോയിണ്ടാവും അല്ലേ, ഒരു 10 എത്രയോ സെൻറ്റിമീറ്റർ പറഞ്ഞാൽ ഓർമ്മയില്ല, അത്രത്തോളമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് നിലത്ത് കണ്ടപ്പോൾ മനസ്സിലായി കയ്യിൽ നിന്ന് പോയി. അയാൾക്കും മനസ്സിലായി കയ്യിൽ നിന്ന് പോയി. പിന്നെ വെട്ടിയ മുടി നമുക്ക് ഒട്ടിക്കാനോ വേറൊരു നിവർത്തിയില്ല. ഞാൻ പിന്നെ താഴത്തേക്ക് നോക്കിയില്ല. പിന്നെ അവിടെ ചെയ്തത് ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതും ഭയങ്കര അലമ്പ് സർവീസായിരുന്നു. കെരാറ്റിൻ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു 3 മാസം 4 മാസം വരെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കുറച്ച് നിൽക്കുന്നു. പക്ഷെ എനിക്കൊരു മാസം പോലും നിന്നില്ല. ഒരാഴ്ചയുടെ ഉള്ളിൽ ഏകദേശം പഴയ പോലെ എൻ്റെ മുടി അങ്ങനെ ഒന്നും ആയില്ല കേട്ടോ. അത് ഇനിയിപ്പോൾ നോർമൽ എയറിൽ ചെയ്താണോന്ന് അറിയില്ല. പിന്നെ ഭയങ്കര പൊട്ട സർവീസായിരുന്നു. അന്ന് തൊട്ട് മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഭയങ്കരമായി വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു ഫേമസ് പാർലറിൽ തന്നെയായിരുന്നു പോയത്. അത് കുന്നംകുളത്ത് ഒരു ഫേമസ് പാർലർ, കുന്നംകുളത്തല്ല ചൂണ്ടൽ ഫേമസ് പാർലറിൽ പോയി. എല്ലാം ഫേമസ് അല്ല, കുറെ ബ്രാൻഡുകളും ഫേമസും കാര്യങ്ങളൊക്കെ നോക്കി പോയത്. എന്താ വെച്ചാൽ അങ്ങനത്തെ നല്ലത് ട്രീറ്റ്മെന്റ് കിട്ടൂലെന്ന് വെച്ചിട്ട്. ഇപ്പൊ രണ്ടും എനിക്ക് നല്ല പേടി പറ്റിയതാണ്. പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ആർക്കും ഒരു ഇത് വേണ്ട. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാണ് ഞാൻ ആദ്യം കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്താണ്, പിന്നെ സ്മൂത്തനിങ് ആണ് ഞാൻ ചെയ്യാൻ പോയത്. അപ്പോൾ കെരാറ്റിൻ ചെയ്തിട്ടുണ്ട്, സ്മൂത്തനിങ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്നൊന്നും അവർ നമ്മളോട് പറയേണ്ടല്ലേ. ഞാൻ കെരാറ്റിൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അവരുടെ ആണൊരു ഒട്ടും നല്ല സർവീസ് അല്ലായിരുന്നു. പെരുമാറ്റമാണെങ്കിലും ഒന്നും നമ്മളോട് സംസാരിക്കാണ്ട് എന്തോ ഒരു ഭയങ്കര ഒരു കയറ്റി പിടിച്ച മുഖമുള്ള സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പോയി അവരത് ചെയ്ത് വിട്ടപ്പോൾ തന്നെ ഭയങ്കര മുടി കൊഴിച്ചില്ല. അപ്പോൾ ഞാൻ പിന്നെ പോണ വേറെ പാർലറുകളിൽ കഴിഞ്ഞപ്പോൾ നമ്മൾ ഷൂട്ടിനും കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, എന്താ മുകളിലെ മുടി ഇങ്ങനെ കേടായെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കെരാറ്റിൻ ചെയ്തിട്ട് സ്മൂത്തനിങ് ചെയ്തു. അപ്പോൾ ആ ചേച്ചിമാരാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കെമിക്കൽ ചെയ്താൽ ഭയങ്കര പ്രശ്നമായിരിക്കും. കെമിക്കൽ ചെയ്തിട്ട് പ്രോട്ടീൻ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, പ്രോട്ടീൻ ചെയ്ത് കെമിക്കൽ ചെയ്ത് അത് ഭയങ്കര പ്രശ്നമാണ്, നിങ്ങളോട് അവർ പറഞ്ഞില്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, അവർ പറഞ്ഞില്ല. പറഞ്ഞാൽ നമ്മൾ ചെയ്യില്ലല്ലോ, അവരെന്നോട് പറഞ്ഞില്ല. അങ്ങനെ ഇപ്പം ഞാൻ വേറൊരു പാർലറുണ്ട് തൃശ്ശൂർ, നമുക്കറിയുന്ന ചേച്ചിയാണ്. ആ ചേച്ചി ഇപ്പം എൻ്റെ മുടി ശരിയാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. മുടിയും ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ 2 സിറ്റിങ് എടുത്തിട്ട് വേറൊരു ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മുടിക്ക് ഹെൽത്ത് ആവും എന്നൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കത് ചെയ്തപ്പോൾ ഒരു മുടിക്ക് ഒരു മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ കൊഴിച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചി ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. അവരാണെങ്കിൽ പിന്നെ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ തുറന്നതും ചെയ്യണതൊക്കെ. അതുകൊണ്ട് നമുക്ക് നല്ല വിഷയം. എനിക്കൊരു സിറ്റിംഗ് കൂടി ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുടി ശരിയാവും. ഇപ്പം ഡെയിലി എൻ്റെ മുടി എടുത്ത് നോക്കലാണ് കേട്ടോ. അപ്പോൾ ഈ കമൻറ്റ് ഇട്ട് എന്നെ വിഷമിപ്പിക്കരുത്, നാശമായിപ്പോയി. എന്താ വെച്ചാൽ എനിക്ക് ഒരു സൈഡിലേക്ക് ഇടണ മുടിയായിരുന്നു, ഒരു പകുതി മുടി. ഇപ്പോൾ ഒരു സൈഡിലിട്ടണ മുടി എനിക്കിപ്പോൾ ഫുള്ളുള്ളൂ. അന്നൊക്കെ ഞാൻ കുറച്ചിങ്ങനെ ഇടുമ്പോൾ തന്നെ കുറേ മുടിയായിരുന്നു. ഇപ്പോൾ ആകെ നോർമൽ മുടിയിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, സ്മൂത്തനിങ് മാറിയിട്ട്. അപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം ആവുന്നുണ്ട്. നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അവരുടെ സ്റ്റാഫായാലും നല്ല ഫ്രണ്ട്ലി ആയി നമ്മളോട് എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഭയങ്കര
കംഫർട്ടായിരുന്നു അവിടെ ചെയ്യേണ്ട. അപ്പൊ അതൊക്കെയാണ് പറഞ്ഞു വന്നത്. പിന്നെ മെയിനായിട്ട് പറയാൻ മെയിനായിട്ട് പറയാൻ വന്നൊരു കാര്യമുണ്ട്, ഞാൻ അത് വിട്ടുപോയി. ഒരു കമന്റ് വന്നാണ്. അപ്പം എല്ലാവരും പറയാൻ, നിങ്ങൾ ഈ പറയുന്ന കമന്റുകളൊന്നും വീഡിയോയിൽ ആഡ് ചെയ്യാറില്ല. നമ്മൾ സാധാരണ 5:30-6 മണി നമ്മൾ ഈ വീഡിയോ എടുക്കുക, പിന്നെ 6:30 ആകുമ്പോഴേക്കും പോസ്റ്റ് ചെയ്യാനുള്ള തിരക്കിൽ നമ്മൾ മറ്റേ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് സ്ക്രീൻഷോട്ടൊന്നും അയക്കാറില്ല. നമ്മൾ വേറെ ഏതെങ്കിലും ഫോണിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുക. അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കാനുള്ള ടൈമൊന്നും കിട്ടാറില്ല. പിന്നെ എഡിറ്റ് ചെയ്യുന്ന നേരത്തെ സ്പീഡ് ചെയ്യുമ്പോൾ അത് വിട്ടുപോകും. അതാണ് പ്രശ്നം. പിന്നെ ക്യാമറയിൽ എടുക്കുകയാണെങ്കിൽ ഒട്ടും നമ്മൾ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യാൻ ടൈം കിട്ടാറില്ല, അത് വിട്ടുപോണതാണ്. പക്ഷെ എന്തായാലും ഈ കമന്റ് നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കും. എന്താ വെച്ചാൽ നൊണ്ണയാന്ന് വിചാരിക്കേണ്ട, ഇത് പറഞ്ഞൊരു കമന്റാണ്, വേറെ ഒന്നല്ല. കുഞ്ഞിന് വേറെ വല്ല ജോലിക്കും പോയിക്കൂടെ, എന്തിനാണ് എന്താ പറയുന്നത്, പിന്നെ യൂട്യൂബ് വരുമാനം നോക്കി നടക്കണോ, വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ എന്ന് പറഞ്ഞുട്ടാ. ഞാൻ പറയട്ടെ ഒരു കാര്യം, ഞാൻ ഈ യൂട്യൂബ് നോക്കി നടക്കണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ 20 വയസ്സാണ്. 20 വയസ്സും ഏട്ടന് 29 വയസ്സുമാണ്. പക്ഷെ എൻ്റെ 20 വയസ്സിലെന്ന് പറഞ്ഞാൽ ഞാൻ പ്രമോഷൻസും യൂട്യൂബ് ചാനലും കൂടി അത്യാവശ്യത്തിന് എമൗണ്ട് ഏൺ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇപ്പം 20 വയസ്സിൽ എൻ്റെ അറിവിൽ പറ്റാത്തോളം പരമാവധി ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ്. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വഴി കിട്ടി. അതിപ്പോൾ ആ ഒരു വഴി നമുക്ക് കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ മാറി വേറെ ആൾക്കാർ വരും. ആ ഒരു സമയത്ത് നമ്മൾ പറ്റുന്ന പോലെ ഞാൻ യൂട്യൂബിൽ നിന്ന് സമ്പാദിക്കും. അത് കഴിഞ്ഞ് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവും. എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ പഠിക്കണം. ഞാൻ ചേച്ചിയുടെ കൂടെ പോയിട്ട് വേണം പഠിക്കാൻ. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് പോകാൻ പറ്റാറില്ല. എന്താ വെച്ചാൽ ഇത്രയും ദൂരത്തുള്ളതിനും നമുക്ക് എപ്പോഴും അങ്ങോട്ട് പോകലും വല്ലതും നടക്കുന്നില്ല. പക്ഷെ അത് ഞാൻ ഓട്ടോമാറ്റിക്കലി എങ്ങനെ തന്നെ പോകാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ച് വന്നാൽ മാത്രമാണ് അത് നടക്കുള്ളൂ. അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നോക്കുന്നുണ്ട്. പൊന്നേച്ചിയുടെ കൂടെ വർക്കിന് പോയി പഠിക്കണം അല്ലേ. ഇപ്പം എനിക്ക് പറ്റുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് എമൗണ്ട് ഏൺ ചെയ്യാൻ. അത് ഞാനിപ്പോൾ നല്ല രീതിയിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പരമാവധി ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് പറ്റുന്ന എൻ്റെ പ്രായത്തിൽ ആൾക്കാർ സമ്പാദിക്കുന്നതിനെക്കാട്ടും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എൻ്റെ പ്രായത്തിൽ എനിക്ക് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. അത് എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ദൈവം തന്നൊരു അനുഗ്രഹമാണ്. അത് ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു ചാനലും അതാണ് ഇപ്പം ഞങ്ങൾക്കായാലും ഇത്രയും ഒരു അമ്മയുടെയും പൊന്നേച്ചി തന്നെ ആയിരുന്നു കേട്ടോ. ആദ്യം തൊട്ടേ നമ്മുടെ ഉപ്പുമുളക് ലൈറ്റ് എന്ന് പറഞ്ഞ ചാനലും ടിക്ടോക്കും ഒക്കെ ഫേമസ് ആക്കി കൊണ്ടുവന്നവർ അവർ തന്നെയാണ്. ഞാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നീട് അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് നമുക്കൊരു ഇത് കിട്ടാണ്, നമ്മുടെ ചാനലിൽ ഫേമസ് ആവാൻ നമുക്ക് ഇത് കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി സോഷ്യൽ മീഡിയയ്ക്ക് വരും. നമുക്ക് അതിന് ഏൺ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഏൺ ചെയ്യും. അതിപ്പോൾ ഇത്രയും നാൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഏറ്റവും പ്രത്യേകതയായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് 20 വയസ്സിൽ ഏട്ടന് 29 വയസ്സ്. എനിക്ക് കല്യാണം കഴിക്കുമ്പോൾ 19, ഏട്ടന് 28 വയസ്സുള്ളൂ. ആ ഒരു പ്രായത്തിൽ ഞങ്ങൾ രണ്ടാളെയും കല്യാണ ചെലവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും തന്നെയാണ് എടുത്തിരുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊരു രൂപ വാങ്ങിയിട്ടില്ല, ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടൻ കാശ് വാങ്ങിയിട്ടില്ല. നമ്മുടെ കല്യാണ ചെലവിന് നമ്മൾ ലോൺ എടുത്തിട്ടായാലും നമ്മൾ തന്നെയാണ് നടത്തിയത്. അതെന്തുകൊണ്ടാണ് ലോൺ എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ആ ലോൺ അടയ്ക്കാനുള്ളൊരു വിശ്വാസം. നമ്മൾ ലോൺ എടുത്തിട്ടായാലും ആ ലോൺ അടയ്ക്കാനുള്ള ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് നമ്മൾ ലോൺ എടുത്തത്. അത് ഇപ്പോഴത്തെ നിലവാരത്തിൽ സ്വർണത്തിൻ്റെ വിലയും കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൂട്ടുമ്പോൾ ഒരു ദിവസത്തെ ഫംഗ്ഷൻ നടത്താൻ എത്ര രൂപയാവും എന്ന് അറിയാമല്ലോ. നമ്മൾ തലേദിവസം നടത്തിയിട്ടുണ്ട്, പിറ്റേ ദിവസം നടത്തിയിട്ടുണ്ട്, ഗുരുവായൂർ നടത്തി. അങ്ങനെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ നമ്മളൊരു കല്യാണം പോലെ തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് യൂട്യൂബിൽ കണ്ട എല്ലാവർക്കും അറിയാം. അത്രയും ഒരു പരിപാടി നടത്തണമെങ്കിൽ എത്ര രൂപ വേണമെന്ന് എല്ലാവർക്കും അറിയാലോ. 10, 13, 14 ലക്ഷത്തോളം രൂപ വേണം അന്നത്തെ ഒരു ദിവസത്തിന്. പക്ഷെ ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, വെറുതെയാണ് ഇത്ര ലക്ഷമൊക്കെ നമ്മൾ കളയുന്നത്. കല്യാണത്തിന് രജിസ്റ്റർ മാരേജ് ചെയ്താൽ കഴിയുന്നുള്ളൂ. വെറുതെ നമ്മൾ ഇത്ര എമൗണ്ട് ഒരു ദിവസത്തിന് വേണ്ടി കളയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത്രയും വർഷം നമ്മൾ കഷ്ടപ്പെട്ട് വേണം ആ കാശ് ഉണ്ടാക്കാൻ. പിന്നെ ഞങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗോൾഡോ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ ഗോൾഡോ കാശോ ഞങ്ങൾ രണ്ടാളും കൈ പറ്റിയിട്ടില്ല. ഞാനേട്ടനും കൈ പറ്റിയിട്ടില്ല. ഞങ്ങളത് രണ്ടാളും വാങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ. ആ കാശൊന്നും നമ്മൾ കൈ പറ്റിയിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളൊന്നും കൈ പറ്റിയിട്ടില്ല. 13 ലക്ഷത്തോളം നമ്മ ലോൺ ഇട്ടിട്ടുണ്ട്. കാരണം അത്രയും വരും. അത്യാവശ്യം നല്ലൊരു ഗ്രാൻഡ് നടത്തിയത് കൊണ്ട് അത്രയും വന്നു നമുക്ക്. പിന്നെ കുറച്ച് ഏട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് അതും ഇതൊക്കെ വാങ്ങി. പിന്നെ അന്ന് ഈ പറഞ്ഞ പോലെ ഗൾഫിന് വന്നിട്ട് ഞാൻ നാട്ടിലായിരുന്നല്ലോ. അതിൻ്റെ അത്ര പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മ EMI ഇട്ടിട്ടാണ് പരിപാടിയൊക്കെ ചെയ്തിരുന്നത്. പിന്നെ എല്ലാവരും മിക്കവരും EMI ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ കല്യാണം നടത്തുന്നത്. അത്രയും സ്വർണ്ണ വിലയും കാര്യങ്ങളൊക്കെ കൂടി വരുന്നതുകൊണ്ട്
നമുക്ക് കല്യാണ ചെലവ് കൂടുക ചെയ്യുന്നത്, കുറേ അല്ലല്ലോ. പിന്നെ ഗൾഫ് എന്നൊക്കെ പറയണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ആദ്യത്തെ ടൈമിൽ പോയ ടൈമിലേക്ക് 70,000 സാലറി, 70,000. ആ 70,000 സാലറി ഒരു വർഷമൊക്കെ ആകുമ്പോൾ എത്രത്തോളം ഉണ്ടാവും കയ്യിൽ? 8 ലക്ഷത്തോളം ഉണ്ടാവും. 2 വർഷം 8 പിന്നെ കൂടി ഇടയ്ക്ക് 2 വർഷമായപ്പോ സാലറി കുറച്ചും കൂടെ കൂടി. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മ ചെയ്തു വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് എന്തോ മൈൻഡ് എന്തോ അങ്ങോട്ട് പോയി. ഫോണാണ്. അപ്പൊ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അപ്പൊ ഞങ്ങള് പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല, കല്യാണ ലോണ് ഞങ്ങൾ രണ്ടാളും സമ്പാദിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് അടയ്ക്കുന്നത്. ഇപ്പം എൻ്റെ യൂട്യൂബും പ്രമോഷൻസും കാര്യങ്ങളും ഇപ്പം ഞങ്ങൾ രണ്ടാളാണ് യൂട്യൂബ് കൊണ്ട് നടക്കുന്നത്. അതല്ല, പ്രമോഷൻസും കാര്യങ്ങളും യൂട്യൂബും എൻ്റെ എഫേർട്ടും ഏട്ടൻ്റെ എഫേർട്ടും ഏട്ടൻ്റെ വർക്കും കാര്യങ്ങളും ഇതിൻ്റെ ഒക്കെ കാശ് കൂട്ടിയിട്ടാണ് നമ്മൾ കല്യാണ എമൗണ്ട് ഒരു വലിയൊരു എമൗണ്ടാണ് ലോൺ അടച്ചത്. ഈ ഒറ്റൊരു വർഷം കൊണ്ടാണ് നമ്മ ഒരു ചേഞ്ച് വന്നത്. നമ്മൾ ഒരു വർഷമായി ഇപ്പൊ ലോൺ അടക്കുന്നത്. ഇന്നുണ്ട് കുറച്ച് കാലങ്ങള്. പക്ഷെ നമുക്ക് അതുകൊണ്ട് വലിയ പ്രശ്നം ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സഹായത്താൽ ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു തടസ്സങ്ങളും ഇല്ലാതെ അടഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതിന് എനിക്കും നല്ല ബഹുമാനം തോന്നിയിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന് ഞങ്ങൾ രണ്ടാളും ആരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഞാൻ ഏട്ടനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെ ഫിനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ, പറ്റുന്ന പോലെ ഞാൻ ഏട്ടനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ ഇപ്പൊ ഇതിന്റെ കാലാവധി കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോകും. കാരണം ആലോചിക്കണ്ട, നമുക്ക് വലിയ ഏജ്ഡ് ഒന്നല്ല ഈ ഒരു പ്രായത്തിൽ നമ്മിങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ. ഞാൻ നല്ല ചെറിയ പ്രായത്തിലാണ്. ഞാൻ കുഞ്ഞിനോട് പറയും, കുഞ്ഞ നീ എന്നെക്കാളും ഭാഗ്യം നിനക്കാണ്. കാരണം നീ 20 വയസ്സല്ലേ ഉള്ളൂ. 20 വയസ്സിൽ ഇത്രയൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യല്ലേ. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേർ 20 വയസ്സായാലും തോന്നുന്നു ഡിഗ്രി ടൈമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ചിലവരുണ്ട് അറിയില്ല, ചിലർ പഠിച്ചു കഴിഞ്ഞാലും ജോലിക്ക് പോവാത്തവരും പലരും പഠിച്ച് കുറെ. അത് എന്റെ കാലഘട്ടത്തുണ്ട്, കുറെ പഠിച്ചിട്ടും ജോലിക്ക് പോവാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് പറ്റുന്ന കാലത്ത് നമ്മള് ചെറുപ്പം തൊട്ട് നമ്മൾ ഏൺ ചെയ്യണവരാണെങ്കിൽ നമുക്ക് വലുതായാലും ഏൺ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ? നമുക്ക് പിന്നീട് അതിനോട് ഒരു ഇൻട്രസ്റ്റ് വരും, നമുക്ക് ജോലി ചെയ്താൽ കാശ് കിട്ടുമ്പോൾ. പിന്നെ എടുത്തു പറയാം, ഗൾഫിലത്തെ സാലറി ഇവിടുത്തെ സാലറി എന്നൊക്കെ പറയണത് ഗൾഫിനെക്കാളും കൂടുതൽ നമ്മ ഇപ്പൊ ഇവിടെ ഈ ഒരു വർഷം സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ കയ്യില് ഇരിക്കുന്നത് വളരെ കുറവാണ്. അതിപ്പോ ഗൾഫിലാണല്ലോ ഏട്ടൻ പറഞ്ഞില്ല 8 ലക്ഷത്തോളം ഒരു വർഷം കൊണ്ട് എവിടെ ഒന്നും കയ്യിലുണ്ടാവില്ല. കാരണം നമുക്ക് വീട്ടിൽ ചിലവ് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പൊ നമ്മ അതിനൊരു എമൗണ്ട് ഇങ്ങോട്ട് പോവും. അല്ലാതെ ചിലവുകളുണ്ടാവും, അത് ഇത് കുറി കാര്യങ്ങൾ അതൊക്കെ വരുമ്പോ ഇത്ര ഒന്നും ഉണ്ടാവില്ല. നമ്മള് ഗൾഫിലുള്ളവരോട് തന്നെ പറയും, വീട്ടിലുള്ളപ്പോ നാട്ടിലേക്ക് ഇങ്ങോട്ട് ഇത്ര എമൗണ്ട് അയക്കുക, അത്ര അയച്ചു കഴിഞ്ഞാൽ അവസാനം അവരുടെ ഒന്നും ഉണ്ടാവില്ല. ഗൾഫാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് അവർക്ക് മനസ്സിലാവും. ഒന്നുമില്ലേ, വാഴ ഉണ്ടപ്പോ കുറച്ച് നല്ല അടിപൊളി പടോട്ട വാഴ, അതൊക്കെ അടിപൊളിയാണ്. പഴയ കാലത്തേക്ക് പോയി എനിക്ക് തൊപ്പി ഇതൊക്കെ ഞാൻ നിന്നിട്ടുള്ള ആളാണ്. അപ്പൊ ഏട്ടന് ഇത്രയും ലക്ഷം സമ്പാദിച്ചതിന് ഇപ്പം 2-3 വർഷം നിന്നിട്ട് 21-20 ലക്ഷത്തോളൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളിങ്ങനെ നാട്ടിലേക്ക് അയച്ചിട്ട് അങ്ങനെ അയച്ചിട്ട് ഇങ്ങനെ അയച്ചിട്ട് ഒക്കെ ഏട്ടൻ്റെന്നും പോയിട്ടുണ്ട്, നിൽക്കുന്നൊന്നുമില്ല. ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നാട്ടിൽ നിൽക്കുമ്പോ എന്റെ ഇഷ്ടപ്പെട്ട പാഷനിൽ പോണ്, കുഞ്ഞിന്റെ ഇഷ്ടപ്പെട്ട പാഷനിലേക്ക് പോണ്, ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് എപ്പോഴും. അതായത് രസല്ലേ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ 1 കൊല്ലമായി ഞങ്ങൾ ഇന്ന് ഈ ദിവസം വരെ രാത്രി മാറിക്കിടന്നിട്ടില്ല. പരമാവധി ഏട്ടൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഏട്ടൻ ഇവിടെ എത്തും. ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാളും എന്ത് കഴിഞ്ഞാലും ഞങ്ങൾ ഒരുമിച്ച് രാത്രി കിടന്നുറങ്ങാറുള്ളൂ. അത് നമുക്കൊരു ഭാഗ്യമല്ലേ. നമ്മളിപ്പോൾ ഗൾഫിൽ സമ്പാദിക്കുന്ന പോലെ തന്നെ ഇവിടെ സമ്പാദിച്ച് നമുക്ക് രാത്രി ഉറങ്ങുമ്പോൾ ഒരുമിച്ച് എടുക്കുക. ഇപ്പോൾ ഗൾഫിൽ ഏട്ടൻ എത്ര സമ്പാദിച്ചു, ഏട്ടനെ അവിടെ നിൽക്കാനും കാശാണ്, ഇവിടേക്ക് നാട്ടിലേക്ക് ഞാൻ പറയുമ്പോൾ എനിക്ക് അയച്ചു തന്നെ ഇത്ര രൂപ ചിലവിന്. അപ്പോൾ വലിയൊരു എമൗണ്ട് അവിടെ നിന്ന് പോകും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ രണ്ടാളും ഒരുമിച്ച് കാര്യങ്ങളും ചിലവൊക്കെ കഴിഞ്ഞു പോകും. ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്, നല്ല നല്ല നിമിഷങ്ങൾ ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലേ? അത് മാത്രല്ല ഞങ്ങൾ പറയുന്നത് പ്രവാസികൾ നിൽക്കുന്നവരുണ്ട്, അവർക്ക് അത് ഇഷ്ടമായിട്ട് നല്ല ബുദ്ധിമുട്ടോടെ തന്നെ നിൽക്കുന്നവരാണ്. അതിനോട് ചിലവർക്ക് വേറെ ഫീൽഡിലേക്ക് വരാൻ പേടി ഉണ്ടാവും, നാട്ടിൽ വന്ന് എന്ത് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമാവും. പിന്നെ ഏട്ടനൊരു ഈ ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡ് ഇഷ്ടമായതുകൊണ്ട് എന്തായാലും നാട്ടിൽ വന്നതുകൊണ്ട് ഇഷ്ടം
അവിടെ നിന്നാലും എത്രയായാലും മനസ്സ് സമ്മതിക്കില്ല. ഞങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ ഞങ്ങളോട് പറ്റുന്ന പോലെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു പേടിയുണ്ടായി, ഇത്രയും എമൗണ്ട് ചിലവാക്കുമ്പോൾ എങ്ങനെയാവും എന്താ. പക്ഷെ ഞങ്ങൾക്ക് അത് തിരിച്ച് കിട്ടുമ്പോൾ അത് ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര സക്സസ്ഫുള്ളാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയും കാര്യങ്ങളും എല്ലാം കൂടെ. അപ്പം ഞങ്ങൾ വിചാരിച്ചെങ്കാട്ടും ഇതിൽ ദൈവം ഞങ്ങളെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരിതൊരു സന്തോഷമുണ്ട്, ദൈവത്തിന് അനുഗ്രഹമുണ്ട്. എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാനും ഞങ്ങൾക്ക് വരുന്ന വർക്കുകൾ ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു കുറ്റം കേൾക്കാതെ ചെയ്തു കൊടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പാട്ടിൻ്റെ കൂടെയും ഞാൻ വീഡിയോഗ്രാഫി വർക്കിലാണ് ഞാൻ പോകാറുണ്ട്, ലൈറ്റ് പിടിച്ച് കൊടുക്കാനോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് അങ്ങനത്തെ മടിയൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റുഡിയോ ആണ്, നമ്മളവിടെ പോകുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്നു. അതിനോട് നമുക്ക് ഒരു വിഷമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ. എന്നുവെച്ചാൽ ഒരാളെ കാശ് ലാഭിക്കാൻ പറ്റി ഞങ്ങൾ അത് ലാഭമായിട്ടേ കാണാറുള്ളൂ. അപ്പോൾ ഗൾഫിൽ നിന്നാലും ഇപ്പോഴും മനസ്സിലാകാത്തവരുണ്ട്, പലരും ആയിട്ടാണ് പറയാറുണ്ട് നിങ്ങൾക്ക് ഗൾഫിൽ പോയിക്കൂടെ. ഗൾഫിൽ നിന്നാലും നാട്ടിൽ നിന്നാലും സമ്പാദിക്കാൻ പറ്റുന്നത് സമ്പാദിക്കും. പിന്നെ ഒരു തലയെഴുത്തെന്ന് പറയാം, എല്ലാവർക്കും എല്ലാം ഉണ്ടാവും എന്നല്ല പറയണേ. അതൊരു ഇപ്പം എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ ഗൾഫിൽ നിന്ന് ആൾ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ഇഷ്ടം പോലെ ഹോസ്പിറ്റൽ കേസായിട്ട് കാശ് പോയിട്ടുണ്ട്. എനിക്ക് തന്നെ വേണ്ടി ഒരു 25-30 ലക്ഷം രൂപ, അമ്മയ്ക്കും 10 ഓപ്പറേഷൻ, ചേച്ചിക്കും വയ്യാണ്ടായിട്ടുണ്ട്, കുണിക്കൊക്കെ വയ്യാണ്ടായിട്ട് കുറേ കാശ് പോയിട്ടുണ്ട്. അപ്പം ഞാനെന്നൊക്കെ പറഞ്ഞ ചെറുപ്പത്തിൽ ഒരു പൊടി കഴിച്ചിരുന്നു, പാൽപ്പൊടി. ഒരു ദിവസം ആ പാൽപ്പൊടിക്ക് 500 രൂപ, ഒരു ഡപ്പ പാൽപ്പൊടിക്ക്. ഒരു ദിവസം ഞാൻ ആ ഡപ്പ കഴിക്കും. പീഡിയാഷുഗർ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇപ്പോഴും മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട് പീഡിയാഷുഗർ എന്ന് പറഞ്ഞാൽ. അത് ഇപ്പോഴും ആഡുകളൊക്കെ കാണാറുണ്ട് പീഡിയാഷുഗറിന്. അപ്പം 500 രൂപയുടെ ഒരു ഡപ്പ ഞാൻ ഫുള്ള് അന്നത്തെ ദിവസം കഴിക്കും. അതിലങ്ങനെ അമ്മ പാല് കലക്കുമ്പോൾ വല്ല ലാക്ടോജനാ വേറെ വല്ല പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ അച്ഛനെ വിളിച്ചാൽ അച്ഛ ടേസ്റ്റ് കിട്ടി എനിക്ക് മനസ്സിലാവും, അച്ഛ അമ്മ വേറെ എന്തൊരു പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടാവുന്നില്ല കേട്ടാന്ന് പറയും. അപ്പം അച്ഛൻ പറയും നീ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് എൻ്റെ മോള് കുടിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഒരു ദിവസം 500 രൂപ ചിലക്കെന്ന് പറഞ്ഞാൽ ഒരു മാസം അത് വലിയൊരു എമൗണ്ടാണ്. അങ്ങനെ കുറേ സമ്പാദ്യം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗൾഫിൽ നിന്നാലും നാട്ടിൽ നിന്നാലും നമ്മൾ സിറ്റുവേഷൻ പോലെയാണ് നമുക്ക്. അത് ഞാൻ ഭയങ്കര വാശിക്കാരി ആയതുകൊണ്ടല്ല, എനിക്ക് വയ്യാത്ത സമയമാണ്. അപ്പം നമുക്ക് വയ്യായുള്ള സ്റ്റീറോഡ് ഇങ്ങനെ എൻ്റെ ക്ഷീണവും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ആഗ്രഹം എന്താ, അതാണ് നമ്മളവിടെ സാധിക്കുക. നമുക്കറിയില്ലല്ലോ ഈ കാശിൻ്റെ വലിയ കാര്യങ്ങളൊന്നും, ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത്, അന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഞാൻ നല്ല വാശിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. വയ്യാത്തതിൻ്റെ ഉണ്ട് അമ്മ 6-7 വയസ്സിന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 6-7 വയസ്സിൽ ഞാൻ കിടക്കുന്നതിന് ചുറ്റും പാൽക്കുപ്പികളായിരിക്കും, ഇങ്ങനെ നിറച്ച് വെക്കും ഈ പാൽപ്പൊടി വെച്ച് കലക്കിയത്. എന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് കുടിച്ച് കഴിഞ്ഞ് എനിക്ക് അവിടെ വെച്ച് അടുത്തെടുത്ത് കുടിക്കും. എന്താ വെച്ചാൽ പൈസ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്താട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കുറേ കാശും കാര്യങ്ങളൊക്കെ ചിലവായിട്ടുണ്ട്. അപ്പം എൻ്റെ അച്ഛൻ സമ്പാദിച്ച് മൊത്തം കുറേ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ടാണ് പോയിക്കുന്നത്. അപ്പം നമ്മളുടെ തലയെഴുത്ത് പോലെ ആയിരിക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന കാശൊക്കെ. അപ്പം നമ്മൾക്ക് പറ്റുന്ന പോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇവിടെ കാശ് ഉണ്ടാക്കുന്നുണ്ട്. പേട്ട സമ്പാദിച്ചാലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ചിലവായി പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയേന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. പറയാൻ കാരണം ഒന്നല്ല, ഇതിങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞത്. പിന്നെ വേറെ ഒന്നല്ലേ, കുറെ കമന്റ്സും കുറെ കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയാത്തവർക്ക് നമ്മളെ പറഞ്ഞു തന്നതാന്ന് മാത്രമല്ല, നമ്മുടെ പ്രായത്തിൽ നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തിനാണ് കുറച്ചുള്ള ഒരു ലൈഫിലുള്ള അല്ലേ. പിന്നെ ഞാൻ ആലോചിക്കും ഇപ്പോൾ ഓരോ പരിപാടി, ഇപ്പോൾ ഓരോ യുദ്ധം കാര്യങ്ങളൊക്കെ ഗൾഫിൽ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ഞാനിപ്പോൾ നാട്ടിലേട്ടൻ ഖത്തറിലായിരുന്നു ഞാൻ നെഞ്ചടിച്ച് ചത്തുപോയേനെ. ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് പറ്റുന്ന കാശുണ്ടാക്കി നമ്മൾ സന്തോഷിച്ച് ഒരുമിച്ച് യാത്ര ചെയ്ത് ഉള്ള കാലം, നല്ല കാലമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അത് പറ്റാത്തവർ പലരും ഉണ്ട്. ഇപ്പോൾ ഗൾഫിലൊക്കെ നിൽക്കുമ്പോൾ നല്ല കാലം മൊത്തം പോവും. അപ്പോൾ ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ ഹാപ്പി അല്ലേ. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിച്ച് പോകാനും പറ്റുന്നുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. ഇനി നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ വരട്ടെ. പറ്റുന്ന കാലം വരെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയും കൊണ്ട് നടക്കും. അതിൻ്റെ ഇടയിൽ എനിക്ക് എന്തായാലും ബ്യൂട്ടീഷ്യൻ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ആവുന്നെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതും നമ്മൾ പഠിക്കും, ബ്രൈഡൽ മേക്കപ്പ് പഠിക്കണം. അതെൻ്റെ ചേച്ചി പഠിപ്പിച്ചു തരും എനിക്ക്. അപ്പോൾ അതും പഠിക്കണം. അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ നോക്കി നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളൂ. ഇനി നെഗറ്റീവായി തോന്നിയവരോട് ഞാൻ ക്ഷമ പറയുന്നു. പിന്നെ ആ കമൻറ്റിന് എനിക്ക് എന്തായാലും റിപ്ലൈ കൊടുക്കണമെന്നുണ്ടായി. എന്താ വെച്ചാൽ ഡൗട്ടുകൾ നമ്മളോട് ചോദിക്കുമ്പോൾ മാറ്റി കൊടുക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞാട്ടാ. അപ്പം ഞങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഞങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. അതെ അല്ലേ, ഇനി സമ്പാദിക്കും, ഇനി സമ്പാദിച്ചുകൊണ്ടേയിരിക്കും. സമ്പാദ്യം ഉണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളായാലും ഞങ്ങളെ ആരായാലും സമ്പാദിക്കുക. ഒരു കാര്യം കൂടി ഞാൻ പറയാം, കാശുണ്ടെങ്കിൽ വാല്യൂ ഉള്ളൂ. ഇപ്പോഴത്തെ നിലവാരത്തിൽ പണ്ട പോലെയല്ല. നമ്മുടെ കാശുണ്ടോ അവനോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, അവനോട് ബഹുമാനമുണ്ട്, അല്ലെങ്കിൽ ഇല്ല. നമ്മളിപ്പോൾ ലോണായാലും ഒരു ദിവസം പോലും തെറ്റാതെ, ഒരു വട്ടം പോലും ലോൺ തെറ്റാതെ നമ്മൾ കറക്റ്റായി അടച്ചു പോകാൻ നമുക്ക് ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. അത് ഇനി അങ്ങോട്ട് മുന്നോട്ട് വേണം.
എല്ലാം കാര്യങ്ങളായാലും അങ്ങനെയാണ്. അപ്പൊ മറ്റേ വാഴ പറയണ പോലെ മറ്റേ ആഷർ പറയണ അനിയനോട് ഡാ അനുഭവം കൊണ്ട് പറയണേടാ അതേപോലെ അതുപോലെ പറയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഇനി നല്ലോണം ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥന വേണം, എല്ലാവരും സപ്പോർട്ട് ഇനിയും വേണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ എത്ര നേരം ഒരു കാര്യം ചെയ്യണം. ഞങ്ങളുടെ ഈ പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ട്, നോട്ടിഫിക്കേഷൻ എത്തണില്ല എന്നുള്ള ഒരു സംഭവം തന്നെയുണ്ട്. അപ്പൊ എന്താന്നൊരു ഞങ്ങൾ നോക്കുന്നുണ്ട്, പറ്റുന്നവരൊക്കെ ബെല്ലൈക്കണ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിടാം. ബെല്ലൈക്കൺ തന്നെ എന്തായാലും വന്നിരിക്കും. പിന്നെ വരുന്നില്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്യാം. എന്താ വെച്ചാൽ ഒരു ദിവസം ഇടവിട്ടൊക്കെ നമ്മൾ വീഡിയോ ഇടുക, കണ്ടിന്യൂസിൽ വീഡിയോ ഇടല് കുറവാണ്. ഇനി ചിലപ്പോൾ നമ്മൾ ഷോർട്സ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് അല്ലാത്ത ദിവസം വീഡിയോസ് വരാറുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ നമ്മുടെ ചാനൽ മെല്ലെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോയുടെ ഒരു കുറവാണെന്ന്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറവ് തന്നെയാണ്, പക്ഷെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളതിൽ നോക്കി ഞങ്ങൾ വേറെ ഫോണിൽ നിന്ന് ചെയ്തിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ 6 മണിക്ക് ഇട്ട വീഡിയോന് 11 മണി 12 മണിയാകുമ്പോൾ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ വരുന്നുണ്ട്, ചിലപ്പോൾ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് എത്ര മണി നേരം ബൈ.